വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മുടെ 5th സെമസ്റ്റർ Bcom കുട്ടികളുടെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ അക്കൗണ്ടിങ് നമ്മൾ എടുക്കാത്തൊരു സബ്ജക്റ്റ് ആണ്. പ്രോബ്ലം പേപ്പേഴ്സ് സാധാരണ നമ്മുടെ കയ്യിൽ എടുക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കിതിൽ ഓരോ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും എനിക്കറിയില്ല. നമ്മൾ എടുക്കാത്തൊരു സബ്ജക്റ്റ് ആണ്. പക്ഷേ കുട്ടികൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യനും ആൻസറും വായിച്ചിട്ട് അതിലിട്ടാൽ മതി എന്ന് കുട്ടികൾ വന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. ദെൻ ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ നിങ്ങൾക്ക് ആൻസേഴ്സ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഫോർ ദി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ യൂസേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ്. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ എന്താ പറയുക, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സിന് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്, ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ ദ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് കൺസേൺഡ് വിത്ത് കളക്ഷൻ, ഡിറ്റർമൈനിങ് ആൻഡ് കൺട്രോളിംഗ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. ഈ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയും കളക്ട് ചെയ്യുകയും ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ് പറയുക. Dash is concerned with the providing information to management for taking managerial decision. Managerial decision എടുക്കുന്നതിന് വേണ്ടി ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നാണ് പറയാം. അടുത്തത് ദ ഫാദർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഫാദർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ലൂക്ക പാസിയോളി ആണ്. Then dash is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. നമുക്കറിയാം ഈ ഒരു ഡെഫിനേഷൻ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ ആണ്. ഇത് കാണാപ്പാഠം പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. Then 6th one, which among the following do not belong to the category of accounting? അക്കൗണ്ടിങ്ങിന്റെ കാറ്റഗറിയിൽ പെടാത്തത് ഏതാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് പെടുന്നതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് പെടുന്നതാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പെടുന്നതാണ്. അപ്പോൾ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് ടു ഫൈൻഡ് ഔട്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Then 8th question, dash journal is used to record credit sale of goods. സെയിൽസ് ജേർണൽ ആണ് ഗുഡ്സിന്റെ ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ജേർണൽ. അടുത്തത് ഡാഷ് മാനേജ്മെന്റ് ഇസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ പോളിസി ഡിസിഷൻ. മെയിൻ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ദെൻ ദ പ്രൈം ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിഫൈ ആൻഡ് റെക്കോർഡ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദെൻ 11ാമത്തെ ചോദ്യം, ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്. നമ്മുടെ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? അസിസ്റ്റ് ദ മാനേജ്മെന്റ് ഇൻ പെർഫോമിംഗ് ഇറ്റ്സ് ഫംഗ്ഷൻസ് എഫക്റ്റീവ്ലി. മാനേജ്മെന്റിന് പല ഡിസിഷൻസ് എടുക്കാനും പല ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആ പേരിൽ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക അതിന്റെ ഫംഗ്ഷൻ. Then management accounting provide invaluable services to management in performing all management function. പറഞ്ഞ പോലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ തരം മാനേജ്മെന്റ് ഫങ്ഷൻസും കൃത്യമായിട്ട് ചെയ്യാനുള്ള പെർഫോം ചെയ്യാനുള്ള ഒരു അക്കൗണ്ടിങ് ആണ്. അടുത്തത് അക്കൗണ്ടിങ് ഡിസൈൻ ടു സെർവ് പാർട്ടീസ് എക്സ്റ്റേണൽ ടു ദി ഓപ്പറേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫേം ഈസ് ടേംഡ് ആസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മുടെ ഫേമിൻ്റെ എന്താ പറയുക, ഓപ്പറേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി അതൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആർ ഡാഷ് ഇൻ നേച്ചർ, കോംപ്ലിമെന്ററി ഇൻ നേച്ചർ. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്, ഇമ്പോർട്ടൻസ് ഉണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹാസ് എ വൈഡർ സ്കോപ്പ് ദാൻ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനേക്കാളും എന്ത് സ്കോപ്പാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനുള്ളത്? കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. Then dash is the cost of expenditure incurred on or attributable to a given thing. അപ്പം കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. നമ്മളിങ്ങനെ ചിലവാക്കുന്നതിനെ ആക്ച്വൽ അല്ലെങ്കിൽ നമ്മൾ ഇൻക്വയർ ചെയ്തിട്ടുള്ളതിനെയൊക്കെ നമ്മൾ കോസ്റ്റ് എന്നാണ് പറയുക. 17ാമത്തെ ചോദ്യമാണ്, ഡാഷ് ഈസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ടെക്നിക് ഓർ പ്രോസസ് ഏതാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്.
ദെൻ ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് എന്ന് വരുന്നതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും കേട്ടോ. മാനേജ്മെന്റ് എന്ന് വരുന്നതൊക്കെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയിരിക്കും. അപ്പോൾ അത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദെൻ 19th one, which among the following is not a management accounting technique. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്ക് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം നൺ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ദെൻ ഹിസ്റ്റോറിക്കൽ ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് ഏതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. Dash is the process of identifying and financial strength and weakness of the firm by properly establishing the relationship between the items of balance sheet and profit and loss account. ഇതിലുള്ള ഐറ്റംസിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കി ഒരു എന്താ പറയുക ഫേമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യമാണ് ഡാഷ് explains what has happened to a business unit as a result of operations between two balance sheet dates. രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ ഓപ്പറേഷൻ്റെ റിസൾട്ട് മൂലം ആ ബിസിനസ്സിന് എന്ത് സംഭവിച്ചു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. Then അപ്പോൾ both of these ആണ് ആൻസർ വരിക, ഓപ്ഷൻ സി. Then analysis done by investors, credit agencies, government agencies and other creditors who have no access to the internal records of a company is known as external analysis. അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പുറത്തുനിന്നുള്ളവരായിരിക്കും. ഗവൺമെൻറ്, ക്രെഡിറ്റ് ഏജൻസി, അങ്ങനെ പുറത്തുനിന്നുള്ളവരായിരിക്കും ഇവിടെ അനാലിസിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ളിലുള്ള ആളുകൾ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതാണ് ഇന്റേണൽ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് 25ാമത്തെ ഡാഷ് ടൈപ്പ് ഓഫ് അനാലിസിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ റിവ്യൂഡ് ആൻഡ് അനാലിസിസ്. കുറച്ച് നമ്പർ ഓഫ് ഇയേഴ്സിലെ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഹോറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അടുത്തൊരു ചോദ്യമായിട്ടും വന്നിരിക്കുന്നത്. ടൈപ്പ് ഓഫ് അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ ഫ്രം ഇയർ ടു ഇയർ റാദർ ദാൻ ഓൺ വൺ ഡേറ്റ് ആൻഡ് ഓൾസോ ടേംഡ് ആസ് ഡൈനാമിക് അനാലിസിസ്. അപ്പം അങ്ങനെ ഇയർ ടു ഇയർ നോക്കുന്നതും ഹോറിസോണ്ടൽ അനാലിസിസ് തന്നെയാണ്. അടുത്തത് അനാലിസിസ് ഈസ് യൂസ്ഫുൾ ഇൻ കമ്പയറിംഗ് ദ പെർഫോമൻസ് ഓഫ് സെവറൽ കമ്പനീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഒരൊറ്റ ഗ്രൂപ്പിൽ തന്നെയുള്ള സെവറൽ കമ്പനീസിന്റെ പെർഫോം കമ്പയർ ചെയ്യുന്നതാണ് വെർട്ടിക്കൽ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡാഷ് ആർ പ്രിപ്പയർഡ് so as to provide time perspective to the consideration of various elements of financial position embodied in such statements, comparative statements. അതായത് കൺസിഡറേഷൻസിനെല്ലാം തന്നെ വേരിയസ് എലമെൻസിൻ്റെ കൺസിഡറേഷൻസിന് ടൈം പെർസ്പെക്റ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കമ്പാരിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡാഷ് ആർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ വിച്ച് ഫിഗർ റിപ്പോർട്ടഡ് ആർ കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ്. ഫിഗേഴ്സ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഫിക്സഡ് അസറ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഫർണിച്ചറിനെയാണ്. ഫോളോയിങ് ഇസ് റെക്കോർഡഡ് ഫാക്റ്റ് ആയിട്ട് പറയുന്നത് ഡെപ്റ്റേഴ്സിനെയാണ്. ദ ടേം കറണ്ട് അസറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇതിൽ ഉൾപ്പെടാത്ത കറണ്ട് അസറ്റ് ഏതാണ്? ലോങ് ടേം ഡിഫേർഡ് ചാർജസ് ആണ് കറണ്ട് അസറ്റിൽ ഉൾപ്പെടാത്തത്. ഇൻ കേസ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി ദ ടേം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരും, ബാലൻസ് ഷീറ്റ്. ഈ മൂന്നെണ്ണം വരും കേട്ടോ. അടുത്തത് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഇൻ എ ബാലൻസ് ഷീറ്റ് മേ ബി അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ്. ഏതിൻ്റെ ഒരു ഓർഡറിലാണ് അസറ്റും ലൈബിലിറ്റീസും അറേഞ്ച് ചെയ്യുന്നത്? ലിക്വിഡിറ്റിൻ്റെ ബേസിലും അതേപോലെ തന്നെ പെർമനൻസിൻ്റെ ബേസിലുമാണ്. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് മാച്ചസ് ദി ഡാഷ് ഇൻകേർഡ് ഇൻ ദ അക്കൗണ്ടിങ് ഇയർ. ഇൻകം സ്റ്റേറ്റ്മെന്റ് മാച്ച് ചെയ്യുന്നത് റവന്യൂ ആൻഡ് കോസ്റ്റും ഇൻകം ആൻഡ് എക്സ്പെൻസും ആണ്. അപ്പോൾ രണ്ട് ഓപ്ഷനും വരും. ബോത്ത് ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് ഡാഷ് ആർ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻസ് അറ്റ് ഡിഫറെൻറ്റ് പീരീഡിലെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കമ്പാരിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നേരത്തെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ദെൻ 37ാമത്തെ ചോദ്യം ആൻ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് accompanied by the increase in current liabilities of the same amount will not improve the short term financial position. അതായത് നമ്മുടെ എന്താ പറയുക കറണ്ട് ലൈബിലിറ്റിയിൽ ഒരു ഇൻക്രീസ് വന്നത് കൊണ്ടാണ് കറണ്ട് അസറ്റിൽ ഒരു വ്യത്യാസം വന്നത്. അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷനെ ഇംപ്രൂവ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ദെൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോറിസോണ്ടൽ അനാലിസിസ്. ഹോറിസോണ്ടലിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്ന അനാലിസിസിന് കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നമുക്ക് പിന്നെ വരുന്നത് പ്രോബ്ലംസ് പോലത്തെയാണ്. ഇഫ് ദ ഗ്രോസ് സെയിൽസ് ഓഫ് എ കൺസേൺ
Concern is rupees 2 lakhs and the sales return is 20,000. Gross profit is 1,50,000. The cost of goods sold എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആൻസർ ഇവിടെ 30,000 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ അടുത്തൊരു അപ്പോൾ അത് നിങ്ങൾ ആ എമൗണ്ടുകൾ നോക്കി വെക്കുക. പ്രോബ്ലം ചെയ്യാൻ അറിയുന്നവർ ചെയ്ത് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക. കാണാപാഠം പഠിക്കുന്നവർ ആ എമൗണ്ട് നോക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ദെൻ 40ാമത്തെ അങ്ങനത്തെ ഒരു പ്രോബ്ലം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗിവൺ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 20,000, ഡയറക്റ്റ് എക്സ്പെൻസ് 10,000 ആണ്, ക്ലോസിംഗ് സ്റ്റോക്ക് 5,000 ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25,000 ആണ് ആൻസർ വന്നിരിക്കുന്നത്. അടുത്തത് റേഷ്യോ ഓഫ് നെറ്റ് സെയിൽസ് ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ദെൻ ഒബ്സർവിംഗ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് അക്രോസ് ദ ഇയേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അക്രോസ് ദ ഇയേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഹോറിസോണ്ടൽ അനാലിസിസ് ആണ്. റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ദ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ടു സെയിൽസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ യാർഡ്സ്റ്റിക് ദാറ്റ് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു അക്കൗണ്ടിംഗ് ഫിഗേഴ്സ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നത് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ യാർഡ്സ്റ്റിക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നുമല്ല, നൺ ഓഫ് ദീസ് ആണ് ആൻസർ. Then dash is a statement which lists all the sources of funds and applications of fund taken place in a business during a particular period. Fund flow statement ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാ സോഴ്സ് ഓഫ് ഫണ്ട്സും അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. Then the overall net increase or decrease in working capital is found out by preparing statement showing ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ നെറ്റ് ഇൻക്രീസ് ഡിക്രീസ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. ഇതിലൊരു സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണ്? ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് ആണ് ഒരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം അതേപോലെ തന്നെയാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സസ് ഓഫ് ഫണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ഫണ്ട്? എല്ലാം ഉൾപ്പെടും. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എൻ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഇതിൽ ഏതാണ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്? ഓൾ ഓഫ് ദീസ് ആണ്. ദെൻ ഡാഷ് ഈസ് ഓൺലി ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്നറിയപ്പെടുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഡു നോട്ട് റിസൾട്ട് ഇൻ ദ ഫ്ലോ ഓഫ് ഫണ്ട്. ഫ്ലോ ഓഫ് ഫണ്ടിന് റിസൾട്ട് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. Then fund flow refers to the changes in dash capital. Working capital changes refer ചെയ്യുന്നതാണ് fund flow. Then net profit earned plus non-working capital expense is equal to fund provided by operations. Dash refers to the firm's investment in current asset. കറണ്ട് അസറ്റ് ഇപ്പോൾ ഒരു ഫേം ഇൻവെസ്റ്റ് ചെയ്യാണ് കറണ്ട് അസറ്റിൽ. എന്താണ് അതിന് ഉദ്ദേശിക്കുന്നത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് അത് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡാഷ് മീൻസ് എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലൈബിലിറ്റി. കറണ്ട് ലൈബിലിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് കറണ്ട് അസറ്റ് ആണെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഡാഷ് മീൻസ് cash and other assets which are expected to be sold or consumed during the normal operating cycle of the business. ഒരു സാധാരണ ഒരു ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേറ്റിംഗ് ടൈമിൽ നമ്മൾ സോൾഡ് ചെയ്യോ കൺസ്യൂം ചെയ്യോ ചെയ്യുന്ന അസറ്റ്സിനെ പറയുന്ന പേരാണ് ക്യുക്ക് അസറ്റ്സ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് അസറ്റ് ഇസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അസറ്റ് ഏതാണ്? ലൂസ് ടൂൾസ് ആണ്. ദെൻ വിച്ച് ട്രാൻസാക്ഷൻ റിസൾട്ട് ഇൻ ഫ്ലോ ഓഫ് ഫണ്ട്. ഫ്ലോ ഓഫ് ഫണ്ടിൻ്റെ എന്താ പറയുക വിച്ച് ട്രാൻസാക്ഷൻ, ഏത് ട്രാൻസാക്ഷനാണ് ഫ്ലോ ഓഫ് ഫണ്ട് റിസൾട്ട് ചെയ്യുന്നത്? നൺ ഓഫ് ദീസ്. ദെൻ ദർ വിൽ ബി ഫ്ലോ ഓഫ് ഫണ്ട്സ് ഇഫ് എ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ഡാഷ്. അപ്പോൾ ഇതിന് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വന്നിരിക്കുന്നത്. കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ് ഇൻവോൾവ് ചെയ്താലും കറണ്ട് അസറ്റ് ആൻഡ് ക്യാപിറ്റൽ ഇൻവോൾവ് ചെയ്താലും ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. Then 60ാമത്തെ ചോദ്യം, the flow of funds occurs when a transaction changes on the one hand, a non-current account on the other hand. അപ്പോൾ ആൻസർ വരുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റി ആണ് കേട്ടോ. ബോത്ത് എ ഓർ ബി ഏതെങ്കിലും വരാം, കുഴപ്പമില്ല. ദെൻ അടുത്തത് അസറ്റ്സ് ഓർ ദോസ് വിച്ച് ഈസ് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ചെറിയൊരു പീരീഡിൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ക്യാഷിൻ്റെ രൂപത്തിലാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതേപോലെ തന്നെ ഷോർട്ട് പീരീഡിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈബിലിറ്റീസ് ആണ് കറണ്ട് ലൈബിലിറ്റീസ്. അതാണ് 62 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദെൻ 63ാമത്തെ ചോദ്യം, ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ദിസ് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് നോ ഫ്ലോ ഓഫ് ഫണ്ട്.
64ാമത്തെ ചോദ്യം, വിച്ച് among the following transaction involves no flow of fund? No flow of fund ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഇൻ ടു ഷെയർസ്. വിച്ച് among the following transaction involves flow of fund? വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. നോ ഫ്ലോ ഓഫ് ഫണ്ട് ആണ് കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ക്യാഷ് ഷെയർസ്. ഇവിടെ ഇൻവോൾവ്സ് ഫ്ലോ ഓഫ് ഫണ്ട് ചോദിച്ചിരിക്കുന്നത് റേസിംഗ് ഓഫ് ലോങ് ടേം ലോൺസ് ആണ്. വൈൽ പ്രിപ്പയറിംഗ് ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് ആർ കൺസിഡേർഡ്. ഏത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ക്യാപിറ്റലും റവന്യൂ ഐറ്റംസും കൺസിഡർ ചെയ്യുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. 67ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ടൂൾ ഓഫ് മാനേജ്മെൻറ്റ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. ഡിസിഷനൊക്കെ മേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തത്, സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ചേഞ്ച് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഹെൻസ് ഡൈനാമിക് ഇൻ നേച്ചർ. അതിൻ്റെ ആൻസർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ദെൻ ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ വെൻ കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ റിസൾട്ട്സ് ഇൻ ഡാഷ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഡിക്രീസ് ഓഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. അക്കൗണ്ട്സ് പേയബിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തേക്കാളും അക്കൗണ്ട്സ് പേയബിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് വന്നു എന്നാണ്. ദെൻ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസ്റ്റിറ്റ്യൂട്ട് സോഴ്സ് ഓഫ് ഫണ്ട്. Dash is dividend paid to the members of the company during a financial year before finalization of annual accounts. Annual accounts ഒക്കെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് ഇൻ്ററിം ഡിവിഡൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ റെപ്രസെൻറ്റ്, അത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ടിങ് ഇൻക്രീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഇൻക്രീസ് ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? കറണ്ട് അസറ്റിൽ ഇൻക്രീസ് വന്നു എന്നുള്ളതാണ്. അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കറണ്ട് ലൈബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് 73ഉം 74ഉം ചോദ്യങ്ങൾ. Then 75ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു സെബി റിക്വയർമെന്റ്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇസ് പ്രിപ്പയർഡ് ബൈ കാറ്റഗറൈസിംഗ് ക്യാഷ് ഫ്ലോ ഇൻ ടു ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഡാഷ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Next question, cash flow statement is a statement which describes inflows and outflow of ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ക്യാഷും ക്യാഷ് ഇക്വാലൻസിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അടുത്തത്, ക്യാഷ് അക്കോർഡിംഗ് ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കംപ്രൈസസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡും അതേപോലെ തന്നെ ബാങ്കിലെ ഡിമാൻഡ് ഡെപ്പോസിറ്റും നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. 78th question, ഡാഷ് ആർ ഷോർട്ട് ടേം highly liquid investment that are readily convertible into non-amounts of cash and which are subject to an significant risk of changes in life cash equivalents. വളരെ ഷോർട്ട് ടേം ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയുക, ക്യാഷിൻ്റെ രൂപത്തിലാക്കി മാറ്റാൻ പറ്റുന്ന ഒന്നാണ് ക്യാഷ് ഇക്വാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, flow of cash is said have taken place when any transaction makers changes in the amount of dash before happening of the transactions. ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻസ് തന്നെയാണ് അവിടെയും ആൻസർ ആയിട്ട് വരുന്നത്. 80ാമത്തെ ചോദ്യം, വിച്ച് among the following are examples of cash flow from operating activities? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിലെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. Then which among the following is not an example of cash flow from operating activities? Cash flow from operating activities in the example cash receipts from disposal of fixed asset ആണ്. Then the essence of marginal costing is that dash cost is considered on the all as separate. Fixed cost is considered as all or separate. അടുത്തത്, dash cost represent the amount of any given volume of output by which aggregate cost are changed in the volume of output is increased by 1 unit. ഒരൊറ്റൊരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്, ഒരു അഡീഷണൽ ആയിട്ട് വന്നതിന് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്നാണ് പറയുക. ഇവിടെ അടുത്ത ചോദ്യം 84ാമത്തെ ചോദ്യം, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് വിച്ച് റിസൾട്ട് ഫ്രം പ്രൊഡ്യൂസിങ് ഓർ സെല്ലിംഗ് ഫ്യൂവർ യൂണിറ്റ്സ്. കുറച്ചും കൂടി യൂണിറ്റ്സ് കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് വരുന്നതൊക്കെ മാർജിനൽ കോസ്റ്റ് ആണ്. ദെൻ ഡാഷ് കോസ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ അഗ്രിഗേറ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റ് ഓർ പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്. മാർജിനൽ കോസ്റ്റ് തന്നെയാണ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ഡാഷ് ഓഫ് കോസ്റ്റിംഗ്, ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ,
Under marginal costing, dash costs are regarded as cost of the products. Productsന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഡാഷ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരീഡ് കോസ്റ്റ് ആൻഡ് ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റോക്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓൺലി. 90ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ മാർജിനൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. മാർജിനൽ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ മേലെ ഉള്ള സെയിൽസിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുക. കോൺട്രിബ്യൂഷൻ ഈസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ മാർജിനൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. 91ാമത്തെ ചോദ്യം, ഡാഷ് കോസ്റ്റ് റിമെയിൻ ദ കോൺസ്റ്റന്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് ആണ് ആൻസർ. ദെൻ 92ാമത്തെ ചോദ്യം, കോസ്റ്റ് are the increase or decrease in the total cost that result from producing additional or fewer units or from the adoption വരുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. ദെൻ മാർജിനൽ കോസ്റ്റ് ആൻഡ് ഡിഫറൻഷ്യൽ കോസ്റ്റ് ആർ ദി സെയിം വെൻ ഡാഷ് കോസ്റ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഫിക്സഡ് കോസ്റ്റ് ആണ്, അതിൽ ചേഞ്ച് വരില്ല. ദെൻ ഡാഷ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ടു ഓപ്പറേഷൻ പ്രോസസ്സസ് ഓർ പ്രൊഡക്ട്സ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ് എല്ലാ കോസ്റ്റും ചാർജ് ചെയ്യപ്പെടുന്നത്. ദെൻ ഇൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ഇസ് ബേസ്ഡ് എന്തിൻ്റെ ബേസിലായിരിക്കും? പ്രോഫിറ്റിൻ്റെ ബേസിലായിരിക്കും. പിന്നെ വീണ്ടും ഒരു പ്രോബ്ലം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സെയിൽസ് 1,50,000 ആണ്, ഫിക്സഡ് കോസ്റ്റ് 30,000 ആണ്, പ്രോഫിറ്റ് 40,000 ആണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 80,000 ആണ് ആൻസർ വന്നിരിക്കുന്നത്. പ്രോബ്ലം ചെയ്യാൻ അറിയുന്നവർ ചെയ്ത് നോക്കിയിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആൻസർ കണ്ടെത്താം. അടുത്ത ചോദ്യം, the profit or volume ratio or marginal ratio expresses the relation of dash to sales, contribution to sales. Next question, which of the following measures helps to increase the PV ratio? ആൻസർ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. അഗെയിൻ ഒരു പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ സെയിൽസ് എന്ന് പറയുന്നത് 1 lakh ആണ്, പ്രോഫിറ്റ് 10,000, വേരിയബിൾ കോസ്റ്റ് 70%, സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് 40,000 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 2 lakh ആണ് കേട്ടോ. അടുത്ത ചോദ്യം, മാർജിനൽ കോസ്റ്റ് ഈസ് ദ ഡാഷ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ആണ്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ആണ്. ഡാഷ് ഈസ് ദ ആംഗിൾ കോസ്റ്റ് ബൈ intersection of total cost line and total sales line, angle of incidence. At break even point contribution will be equal to fixed cost ni equal ആയിരിക്കും contribution. The ratio of contribution to sales is called PV ratio. Sales ആണ് അതിൻ്റെ ആൻസർ. Then marginal cost is the aggregate of prime cost and variable overhead. ഇതിൻ്റെ രണ്ടിൻ്റെയും aggregate ആണ് marginal cost എന്ന് പറയുന്നത്. When fixed cost is deducted from contribution, the balance will be profit ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. വീണ്ടും ഒരു പ്രോബ്ലം, പിന്നെ വരുന്നതൊക്കെ കുറച്ച് പ്രോബ്ലംസ് ആണ്. വെൻ സെയിൽസ് എന്ന് പറയുന്നത് 30,000, PV ratio 20% ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ 6,000 ആയിരിക്കും. വെൻ ഫിക്സഡ് കോസ്റ്റ് 4,000, PV ratio 25% ആണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് വിൽ ബി 6,000 ആയിരിക്കും. ദെൻ വെൻ പ്രോഫിറ്റ് ഇസ് ₹5,000, PV ratio 20% ആണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി 25,000 ആയിരിക്കും. ദെൻ ഫിക്സഡ് കോസ്റ്റ് ₹6,000, പ്രോഫിറ്റ് റിക്വയർഡ് ₹4,000, PV ratio 50% ആണെങ്കിൽ സെയിൽസ് റിക്വയർഡ് എന്ന് പറയുന്നത് 20,000 ആയിരിക്കും. ദെൻ വേരിയബിൾ കോസ്റ്റ് 60%, സെയിൽസ് ₹20,000, ഫിക്സഡ് കോസ്റ്റ് 5,000 ആണെങ്കിൽ പ്രോഫിറ്റ് 3,000 ആയിരിക്കും. ഇതൊക്കെ പ്രോബ്ലംസ് അറിയാവുന്ന ഒരു പ്രോബ്ലം തന്നെ വർക്കൗട്ട് ചെയ്യാത്തവർ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിനെ പറയുന്ന മറ്റൊരു പേര് പ്രോഫിറ്റബിലിറ്റി അക്കൗണ്ടിങ് എന്നുകൂടിയാണ്. Then the responsibility accounting, the organization is divided into different responsibility centers ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. A cost center is a segment of the organization where the manager is responsible for കോസ്റ്റും ഇൻപുട്ടും. അപ്പോൾ A or B വരും ആൻസർ ആയിട്ട്. Then അടുത്ത ചോദ്യം, both cost and revenues are measured in profit centers. A dash is the factor which causes cost. Cost driver എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് കോസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത്. കോസ്റ്റ് ഡ്രൈവർ ഫോർ ആക്ടിവിറ്റീസ് ഈസ് കോൾഡ് ആക്ടിവിറ്റി ഡ്രൈവർ.
Then a center where the manager is responsible for sales. സെയിൽസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒന്നാണ് സെൻറ്ററാണ് റവന്യൂ സെൻറ്റർ. ദെൻ ദ പെർഫോമൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയാണ്. ABC സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഓവർ ഹെഡ് അലോക്കേഷന് വേണ്ടിയാണ്. ആൻഡ് ഒരു കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ആൻ ഏരിയ ഫോർ വിച്ച് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ്. Then investment center is the responsibility center where the manager has control of. ഇതിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കും കോസ്റ്റ് പ്രോഫിറ്റിൻ്റെയും അസറ്റിൻ്റെയും. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻഷുർ ദാറ്റ് കോസ്റ്റ് ബിക്കം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സ്പെസിഫിക് മാനേജർ. Prime cost may be defined as the total direct cost of manufacturing a product. Which of the following the best describe a fixed cost? Fixed cost describe ചെയ്യുന്നത് remains constant irrespective of the level of activity എന്നുള്ളതാണ്. The weighted average method of stock valuation would be most appropriate for chemical manufacturers ആണ് അത് കൂടുതലായിട്ട് നല്ലത്. Then the direct labor cost include ചെയ്തിരിക്കുന്നത് total direct labor hours at the normal hourly rate of pay എന്നുള്ള ആൻസർ ആണ്. Management accounting is said to meet the internal accounting needs of the organization. ഒരു ഓർഗനൈസേഷൻ്റെ ഇന്റേണൽ അക്കൗണ്ടിങ് നീഡ്സ് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉള്ളത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റെക്കഗ്നൈസ്ഡ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ? പെർഫോമൻസ് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് പ്രൈം കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് ഓവർ ഹെഡ് കോസ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ? ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. There are specific standard of acceptability എന്ന് പറയുന്ന ഓപ്ഷൻ. Then which of the following are basic inventories for a manufacturer? Raw materials, goods in process, finished goods ആണ് ബേസിക് ആയിട്ടുള്ള ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സിന്. Then the basic three basic elements of the cost of a manufactured product: direct material, direct labor, manufacture overhead ആണ്. Then a cost which changes in proportion to changes in the volume of activity, variable cost ആണ്. A direct cost is a cost that classified by traceability. Then a product cost is a cost that is classified by function. Then period cost ഇതിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. 140ാമത്തെ ചോദ്യം, മാനേജീരിയൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഇസ് ജനറലി ആർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന? മാനേജേഴ്സിന് വേണ്ടിയിട്ടാണ്. Then which of the following is not an internal user of management? ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ ഒരു എക്സ്റ്റേണൽ ആയിട്ടാണ് വരിക. സെയിൽസ് കമ്മീഷൻ ക്ലാസിഫൈഡ് ആസ് പീരീഡ് കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഈ 142 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഞാനിവിടെ ആൻസർ കീ ഒന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്ക്രീനിൽ ആൻസർ കീ കാണിക്കുന്നുണ്ട്. അതൊന്ന് പോസ് ചെയ്തിട്ട് കൺഫ്യൂഷനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എക്സ്പ്ലെയിൻ, നമ്മൾ ഇത് എടുക്കാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, എന്നാലും ഞാൻ അറിയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.